സ്നേഹവും കുശുമ്പും വളഞ്ഞിട്ട് മന്ത്രിക്കുന്നു വയസ്സൻ. ക്ഷമ നെരിപ്പോടായി, കാത്തിരിപ്പ് അർത്ഥശൂന്യം. വിറയ്ക്കുന്ന കരങ്ങളോടെ യൂട്യൂബിൽ തിരഞ്ഞു ഒന്നുകൂടി ചെറുപ്പമാകാൻ. വല്ലാത്ത കുഴക്കുന്ന ചോദ്യമാണ് ശരിക്കും. കാരണം ഈ രണ്ട് മേഖലയും ശരിക്കും മാനസികമായ സംതൃപ്തി തരുന്ന മേഖലയാണ്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് പെരിന്തൽമണ്ണക്കാർക്ക് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത പെരിന്തൽമണ്ണയുടെ ജനകീയ മാധ്യമ മുഖം മണികണ്ഠൻ കുളത്തൂരാണ്. 25 വർഷത്തോളമായി മലയാള മനോരമ പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ടറായി പ്രവർത്തിച്ചു വരികയാണ് മണികണ്ഠൻ കുളത്തൂർ. പെരിന്തൽമണ്ണയുടെ ജനകീയ മാധ്യമ മുഖമാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഉള്ളത് ഒരു മാധ്യമ പ്രവർത്തകനായിട്ടല്ല, ഒരു സാഹിത്യകാരന്റെ വേഷം അണിഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ചാനൽ 10 പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം ഉൾപ്പെടുന്ന 10 കവികൾ ചേർന്നുള്ള 50ഓളം കവിതകളുടെ കവിതാ സമാഹാരമായിട്ടുള്ള അമൃതാക്ഷരങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു കവിതാ സമാഹാരത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് മണികണ്ഠൻ കുളത്തൂർ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും ആദ്യം തന്നെ ഈ ഒരു അഭിമുഖ നേരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് തിരക്കുകൾക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എങ്ങനെയാണ് ഇതിന് ഈ ഒരു കവിതാ സമാഹാര രചനയ്ക്കുള്ള സമയം കണ്ടെത്തിയത് ഈ ഒരു തിരക്കുകൾക്കിടയിൽ? ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു വികാരമാണ് ഈ കവിത എന്ന് പറയുന്നത്. ഞാൻ 16 വയസ്സ് മുതൽ ശരിക്കും കവിത എഴുതുന്നുണ്ട്. ആദ്യം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഒരു കുട്ടി കവിത 16ആം വയസ്സിൽ പ്രസിദ്ധീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിജിറ്റൽ മാഗസിനുകളിൽ കുറേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിന് സമയം, ഈ പറഞ്ഞ പോലെ തന്നെ സമയക്കുറവ് ഒരു പ്രതിസന്ധിയാണെന്നുള്ളതുകൊണ്ട് അങ്ങനെ എഴുത്ത് ഒരു ഘട്ടത്തിൽ നിന്നുപോയി. പിന്നീട് വീണ്ടും അത് ഈ പറഞ്ഞ് മനസ്സിലടിഞ്ഞു കിടക്കുന്ന ഒരു വികാരം പൊടി തട്ടി എങ്ങനെയൊക്കെ പുറത്തു വന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ കേരളത്തിലുള്ള 10 കവികൾ 5 കവിതകൾ വീതം വെച്ചിട്ട് കാവ്യചേതന പബ്ലിക്കേഷൻ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു പബ്ലിക്കേഷനാണ്, അവരിറക്കിയ ഒരു കവിതാ സമാഹാരമാണ്. അപ്പോൾ ഇതിനു മുന്നേ 1-2 കവിതാ സമാഹാരങ്ങളിൽ ഓരോ കവിതകളൊക്കെ വന്നിട്ടുണ്ട്, അതല്ലാതെ ഇല്ല. ഇതാണ് ഇപ്പോൾ ആദ്യത്തെ ഇങ്ങനത്തെ ഒരു കവിതാ സമാഹാരം വരുന്നത്. നമ്മുടെ ഈ ഒരു അമൃതാക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിൽ 10 കവികളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈ കാവ്യചേതന പബ്ലിക്കേഷനാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുത്തിയത്. അവർ ഈ 10 കവികളല്ല, അവർ കുറേയേറെ കവികളിൽ ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു 10 പേരെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും കാവ്യചേതന പബ്ലിക്കേഷനാണുള്ളത്. നമ്മുടെ അമൃതാക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ വിപണിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരു കവിതാ സമാഹാരത്തിന്റെ, അമൃതാക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ ഒരു ഇതിവൃത്തം എന്താണ്, പൊതുവായിട്ടുള്ള ഒരു ഇതിവൃത്തം? മൊത്തം ശരിക്കും പറഞ്ഞാൽ ഒരു നൂതനമായ കവിതകൾ, ഇപ്പോൾ പുതിയ സമൂഹം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ കവിതകൾ. അതായത് പഴയ കാലത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ വൃത്തവും പിന്നെ പഴയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കവിതകളിൽ നിന്ന് മാറ്റം വന്നു. പുതിയ സമൂഹം ഇഷ്ടപ്പെടുന്ന കുറേ കവിതകളാണ് ഇതിലുള്ളത്, പുതിയ തലമുറയുടെ കവിതകൾ. മാധ്യമ പ്രവർത്തന മേഖലയും സാഹിത്യ മേഖലയും രണ്ട് തരത്തിലാണല്ലോ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ്? ഇത് ഒരു വല്ലാത്ത കുഴക്കുന്ന ചോദ്യമാണ് ശരിക്കും. കാരണം ഈ രണ്ട് മേഖലയും ശരിക്കും മാനസികമായ സംതൃപ്തി തരുന്ന മേഖലയാണ്. കാരണം ഒരു കവിത നമ്മുടെ മനസ്സിൽ കുറേ ആശയങ്ങൾ വിമ്മിട്ടപ്പെട്ട് അവസാനം അതൊരു കവിതയായി പുറത്തു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സംതൃപ്തിയുണ്ട്, അതൊരു വലിയ സംതൃപ്തിയാണ്. അതേപോലെ തന്നെ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ ചെയ്തിട്ട് അത് അച്ചടിച്ച് വരുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്, ഇതും ഒരു വലിയ സംതൃപ്തിയാണ്. ഇത് രണ്ടിനും നമുക്ക് അങ്ങനെയായിട്ട് വിലയിരുത്താൻ പറ്റില്ല നമ്മുടെ ഒരു ഇതിൽ. കാരണം ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ട് പത്രപ്രവർത്തന രംഗത്ത് വന്ന ഒരാളാണ്. നമ്മൾ സംസാരത്തിൽ പറഞ്ഞു, തുടക്കം മുതലേ ചെറുപ്പകാലം മുതലേ ഉള്ളിലൊരു സാഹിത്യകാരനുണ്ട്. അപ്പം നിലവിൽ മാധ്യമപ്രവർത്തന മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സാഹിത്യം വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നില്ലേ? വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അത് വരികൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കതെന്താ വെച്ചാൽ ഏത് രീതിയിൽ കൊണ്ടുപോകണം, ഇൻട്രോ ഏത് രീതിയിൽ വരണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വിഷമം സാധാരണ രീതിയിൽ വരാറില്ല. അതൊരു വലിയ ഗുണം തന്നെയാണ്. ഏകദേശം ഒരു എത്ര വർഷത്തോളമായി കാണും ഈ ഒരു മാധ്യമ പ്രവർത്തന മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിത് ഈ വർഷത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്ത് വന്നിട്ട് ഇത് 25ാമത്തെ വർഷമാണ്. 25 വർഷമായിട്ട് ഞാൻ ഈ രംഗത്തുണ്ട്. അതിനു മുൻപ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തും നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ പത്രങ്ങളെ സ്വന്തം പൈസ ചിലവാക്കിയിട്ട് പത്രങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് മുതലേ നമ്മുടെ രക്തത്തിലുള്ളതാണ് മാധ്യമ പ്രവർത്തനം. അങ്ങനെ ഇത് 25ാമത്തെ വർഷമാണെന്നുള്ള ഒരു വലിയ പ്രാധാന്യം കൂടെ ഇതിനുണ്ട്. 25 വർഷം മുമ്പ് ഈ ഒരു മാധ്യമ പ്രവർത്തന മേഖല തുടങ്ങിയ സമയത്ത് നിന്ന് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ള ജനറേഷൻ അനുസരിച്ചുള്ള വ്യത്യാസം എന്താണ്? ജനറേഷൻ അനുസരിച്ച് ഈ ഒരു മാധ്യമ പ്രവർത്തന മേഖലയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത് ഞാനൊക്കെ മാധ്യമ ലോകത്ത് വരുന്ന സമയത്ത് നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ശരിക്കും നമുക്ക് വാർത്തകൾ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടാസ്ക് ആയിരുന്നു.
ഒരു മരണം നടന്നാൽ ആ വീട്ടിൽ പോയല്ലാതെ നമുക്ക് വാർത്തകൾ കിട്ടാൻ വേറൊരു മാർഗ്ഗമില്ല. അപ്പം ഇന്ന് നമുക്ക് വാർത്തകൾ കണ്ടെത്താൻ പ്രത്യേകിച്ച് യാതൊരു പ്രയാസങ്ങളും ഇല്ല. എല്ലാ വാർത്തകളും നമ്മുടെ കൺമുന്നിൽ, നമ്മളറിയാതെ നമ്മുടെ കൺമുന്നിൽ എത്തുകയാണ്. അതിന് പുറമെ എന്താ വെച്ചാൽ ഈ മാധ്യമ രംഗത്ത് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, പുതുതലമുറയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ശരിക്കും പൂർണ്ണമായി വായിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി കണ്ടന്റ് വലിയ തോതിൽ കണ്ടന്റ് വായിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ചുരുക്കത്തിൽ എന്ത് കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ശരിക്ക് പുതിയ തലമുറ ചിന്തിക്കുന്നത്. അതിപ്പോൾ പിന്നെ ഓൺലൈൻ എന്നുള്ളതല്ല, നമ്മുടെ പത്രമാധ്യമങ്ങളാണെങ്കിലും ശരി നീട്ടിപ്പരത്തി വായിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ ഇതിനനുസരിച്ച് പത്രങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിൽ കണ്ടന്റുകൾ വളരെ ചുരുക്കി സത്ത് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമൃതാക്ഷരങ്ങൾ എന്ന ഈ ഒരു കവിതാ സമാഹാരത്തിലെ 5ഓളം കവിതകളാണല്ലോ താങ്കളുടെ രചനയുള്ളത്. ഏതെങ്കിലും ഒരു കവിതയുടെ കുറച്ച് വരികൾ അവതരിപ്പിക്കാം. ഞാനിതിലൊരു ഗദ്യ കവിത ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പം കവിതയുടെ പേര് വയസ്സൻ എന്നാണ്. അവശതയ്ക്ക് മൂടുപടമിട്ടിട്ടും കണ്ണാടി മന്ത്രിച്ചു. സുഹൃത്തെ, നീ വയസ്സനായി. നിന്റെ കുതിപ്പ് നിർത്തുക, ഇനി കിതപ്പാണ് ബാക്കി. മുഖത്തും തലയിലും അപരിചിതരായി വെള്ളിനൂലുകൾ അലോസരം തീർക്കുന്നു, നരബല്ലിളിക്കുന്നു. ഞാൻ നിന്റെ മിത്രം, ഇനി കണ്ണാടി വേണ്ട. എറിഞ്ഞുടച്ച് തിരിഞ്ഞു നടന്നു. നന്മയുടെ അപ്രമാദിത്വത്തിൽ പ്രേയസിക്കുന്ന നെടുവീർപ്പ്. കണ്ണുകൾക്ക് മുന്നിൽ കാഴ്ചകൾ നിഴൽ വിരിക്കുന്നു. സ്നേഹവും കുശുമ്പും വളഞ്ഞിട്ട് മന്ത്രിക്കുന്നു വയസ്സൻ. ക്ഷമ നെരിപ്പോടായി, കാത്തിരിപ്പ് അർത്ഥശൂന്യം. വിറയ്ക്കുന്ന കരങ്ങളോടെ യൂട്യൂബിൽ തിരഞ്ഞു ഒന്നുകൂടി ചെറുപ്പമാകാൻ. അപ്പം നമ്മുടെ ഓരോ കവിതകളും ആസ്വാദകർ വായിക്കുന്ന സമയത്ത്, അത് ആസ്വദിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള റെസ്പോൺസ് കിട്ടാറുണ്ട്. അതിലുള്ളൊരു സന്തോഷം എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ തന്നെയാണ്. നമുക്ക് ശരിക്കും ഒരു കവിത എഴുതി തീരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ വലിയൊരു സംതൃപ്തി. അതേപോലെ തന്നെ ഒരു ആസ്വാദകൻ ഒരു കവിത വായിച്ച് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ശരി, അയാളുടെ അഭിപ്രായം പറയുമ്പോൾ അയാൾ ഇത് ഉൾക്കൊണ്ടു എന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് മനസ്സിൽ തോന്നുന്നതാണ്. ഒരു വലിയ സംതൃപ്തിയാണത്. ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംതൃപ്തിയാണ്. ഒരു ആസ്വാദകൻ്റെ കുറിപ്പ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ്, ഒരു വിളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പലരും വിളിക്കാറുണ്ട് സാധാരണഗതിയിൽ. അപ്പം ഇത് വന്നതിന് ശേഷം തന്നെ പല ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു രചയിതാവ് എന്ന നിലയിൽ കാലഘട്ടത്തിനൊപ്പം സമകാലികമായി കൊണ്ട് സഞ്ചരിക്കാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ ഈ കവിത ഞാൻ ആദ്യം ഇപ്പോൾ വായിച്ച ഈ കവിതയിൽ തന്നെ കണ്ടത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടമാണ് ശരിക്കും എന്തും യൂട്യൂബിൽ തിരയുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഒരു വയസ്സാവുമ്പോൾ അത് ചെറുപ്പമാകാൻ എന്ത് മാർഗം എന്നുള്ളത് യൂട്യൂബിൽ തിരയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ശരിക്കും നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ എപ്പോഴും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളും ശ്രമിച്ചേ തീരുള്ളൂ. എന്തായാലും പൊതുവെ തിരക്കിട്ട ജോലി തിരക്കുകൾ സ്വാഭാവികമായിട്ടുണ്ട്. എങ്ങനെയാണ് കുടുംബത്തിന്റെ ഒക്കെ ഒരു പിന്തുണ ഇത്തരം മേഖലകളിലൊക്കെ? അതാണ് ഈ കുടുംബത്തിന്റെ പിന്തുണയാണ് നമ്മളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. കാരണം നമ്മുടെ മക്കൾ, എനിക്ക് 3 മക്കളാണ്, ഭാര്യ, പിന്നെ ഭാര്യയും 3 മക്കളും. അവരെല്ലാവരും ഇതിൽ വളരെയേറെ സന്തോഷം ഉള്ള ആളുകളാണ്, പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഈ പുസ്തകമൊക്കെ വന്നിട്ട് മക്കളെല്ലാവരും ഇതവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഉറക്കെ വായിച്ച് റെക്കോർഡ് ചെയ്യലും പരിപാടികളും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അത്രയും ഇതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവർ എഴുത്തിനെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എൻ്റെ ഭാര്യ പിന്നെ ശ്രീജ എന്നാണ് പേര്. കൊളത്തൂർ ഇർഷാദിയ സ്കൂളിലെ അധ്യാപികയാണ്. മക്കൾ 3 പേരാണ്. മൂത്താൾ അർച്ചന, അവൾ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ JPH നഴ്സാണ്. രണ്ടാമത്തെ ആൾ അഞ്ജന, അവൾ പിന്നെ BA സോഷ്യോളജിക്ക് പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ +2 പഠിക്കുകയാണ്. ആര്യ എന്നാണ് പേര്. അതാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലം നിലവിൽ. ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു പുസ്തകം വരാനുണ്ട്. അത് നമ്മുടെ ഒരു നോവലാണ്. അത് ഈ പറഞ്ഞത് ഈ ഒരു 4-5 വർഷമായിട്ട് എഴുതി തുടങ്ങിയ ഒരു സാധനമാണ്. സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നീണ്ടു പോയി എന്നേ ഉള്ളൂ. അത് പബ്ലിഷേഴ്സിന് കൊടുത്തിട്ടുണ്ട്, എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അത് അടുത്ത മാസത്തോട് കൂടിയിട്ട് അത് പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 25 വർഷത്തോളമായി പെരിന്തൽമണ്ണയിലെ മലയാള മനോരമ ബ്യൂറോയിലെ സജീവ സാന്നിധ്യമാണ് മണികണ്ഠൻ കുളത്തൂർ. ചെറുപ്പകാലഘട്ടം മുതൽ സാഹിത്യ മേഖലയോടുള്ള അഭിനിവേശം കൊണ്ട് ഇന്നും ആ ഒരു മേഖലയെ സജീവമായി മുറുകെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അമൃതാക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരം ആസ്വാദകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഇനിയുള്ള മാധ്യമ പ്രവർത്തന മേഖലയിലും സാഹിത്യ മേഖലയിലും ഒരുപാട് ഉയരങ്ങൾ സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ.
ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.